സംസ്ഥാനത്ത് നാശം വിതച്ച കാലവർഷം തുടരുന്നു. തൃശൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നടത്തറ ഭവൻ സ്കൂളിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. തലനാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. കണ്ണൂരിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞു വീണു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മതിൽ ഇടിഞ്ഞു വീണ അപകടമുണ്ടായി. ഇടുക്കി രാജാക്കാട് പുന്ന സിറ്റിയിൽ വൻമരം വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കാലവർഷത്തോടൊപ്പം സംസ്ഥാനത്ത് മഴജന്യ രോഗങ്ങൾ കൂടുന്നതും ആശങ്ക ഉയർത്തുകയാണ്. അതേസമയം തൃശൂരിൽ ഉണ്ടായത് ചുഴലിയല്ലെന്നും ഗസ്നാഡോ പ്രതിഭാസമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തൃശൂരിലെ വിവിധയിടങ്ങളിലാണ് പരിഭ്രാന്തി സൃഷ്ടിച്ച മിന്നൽ ചുഴലി വീശിയടിച്ചത്. വില്ലടം, വിൽവട്ടം, ചേരൂർ മേഖലകളിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് വ്യാപക നാശനഷ്ടമുണ്ടായി. പൂച്ചട്ടി ഭവൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത്. വൻമരങ്ങൾ മറിഞ്ഞു വീണ് സ്കൂൾ പാർക്കിംഗിൽ ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാറ്റ് ശക്തി ചെയ്തത്. ഞങ്ങളുടെ വണ്ടി സെക്കൻഡ് റോലായിരുന്നു. ഫസ്റ്റ് റോലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ അപകടമായേനെ. കുട്ടികളൊക്കെ ഒന്ന് പേടിച്ചു. അത്ര ആ വളിക്കൂടെ കൊണ്ടുവന്നു ചേച്ചി കൊണ്ടുവരുമ്പോൾ അത് അങ്ങനെ വിളുന്നു. അപ്പം ആ വേഗം വരുമ്പോഴേ അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാத்தையும் ഉള്ളിൽ പൊക്കൊന്നും എല്ലാം അണിച്ചാക്കിയിട്ടില്ല. കറണ്ട് പോയി. അങ്ങനെ തന്നെ ഞങ്ങൾ അയ്യോ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഭയങ്കര കാറ്റും ബഹളമായി. എനിക്ക് മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. സത്യം. ജില്ലയിലുണ്ടായ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണതോടെ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മരങ്ങൾ വീണ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പറപ്പൂർക്കര രാപ്പാൽ പള്ളത്ത് കുറുമാലി പുഴയുടെ വണ്ടിയിടിഞ്ഞു. പുഴയോരത്തുണ്ടായിരുന്ന 2 വൻമരങ്ങളും പുഴയിലേക്ക് പതിച്ചു. മഴ ശക്തമായതോടെ വെള്ളമുയർന്ന് പുഴ ഗതിമാറി ഒഴുകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കണ്ണൂർ നഗരത്തിൽ കനത്ത മഴയിൽ വൈദ്യുതി ലൈന് മുകളിലേക്ക് കെട്ടിടം ഇടിഞ്ഞു വീണു. തളാപ്പ് LIC ഓഫീസിന് സമീപം രാവിലെയായിരുന്നു അപകടം. കെട്ടിടവും മതിലും ഇടിഞ്ഞു വീഴുന്നതിന് തൊട്ടു മുൻപ് വരെ കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികൾ സംഭവസ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കനത്ത മഴയെ തുടർന്ന് ഇവർ മാറി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. നമ്മുടെ സ്വകാര്യ വ്യക്തികൾ അവരെ എന്തെങ്കിലും നോട്ടീസ് കൊടുക്കുമ്പോൾ അവർ നേരെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുകയാണ്. അപ്പോൾ അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ പല കെട്ടിടങ്ങളും മതിലുകളും ഇങ്ങനെ സ്റ്റേ പോയിട്ട് കിടക്കുമ്പോൾ കോർപ്പറേഷൻ നിസ്സഹായത മാത്രമാണ് ഉള്ളത്. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് കനത്ത മഴയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. കണ്ണൂരിൽ നിന്നും മേറ്റുപാറയിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിലെ വ്യാപക നാശനഷ്ടമുണ്ടായി. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. പലയിടത്തും മണ്ണിലിടിച്ചിലുണ്ടായി. തോട്ടമുക്കത്ത് വീടിന്റെ ചുറ്റുമതിലും ഇടിഞ്ഞു വീണു. മുക്കം കൊടിയത്തൂരിലും കന്നൂരിലും മരം വീണ് വീട് തകർന്നു. കനത്ത മഴയിൽ പെരുവയലിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വടകരയിൽ നഗരസഭയുടെ വഴിയോര വിശ്രമ കേന്ദ്രം ഭാഗികമായി തകർന്നു. ശക്തമായ മഴയിൽ ബസ് സ്റ്റാൻഡിലും പരിസരത്തും വെള്ളം കയറിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. തിരുവനന്തപുരം മുടവൻ മുകളിൽ വാട്ടർ അതോറിറ്റിയുടെ മതിൽ വീടിന് മുകളിലേക്ക് പതിച്ചു. 18 അടിയോളം ഉയരമുള്ള മതിലാണ് പുലർച്ചെ 4 മണിയോടെ ഇടിഞ്ഞു വീണത്. വീടിന്റെ അടുക്കള ഭാഗം ഭാഗികമായി തകർന്നു. തലനാഴിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. പാലക്കാട് കരിമ്പുഴ ആറാശ്ശേരിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു. ഇടുക്കി കമ്പംമേട്ടിൽ മരം കടപുഴകി വീണ് നിരവധി വാഹനങ്ങൾ തകർന്നു. രാജാക്കാട് പൂന സിറ്റിയിൽ വൻമരം റോഡിലേക്ക് വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ കാസർഗോഡ് പൊയ്നാച്ചി ബെന്തുടുക്ക പാതയിൽ 50 മീറ്റർ നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. മഴ കനത്തതോടെ ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചേർത്തലയിൽ വീടുകളിൽ വെള്ളക്കെട്ടിന് കാരണമായ ബണ്ട് പൊളിക്കാൻ P. പ്രസാദ് MLA-യും ദേശീയപാത അതോറിറ്റി അധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ബണ്ട് കാരണം നീരൊഴുക്ക് തടസ്സമായതോടെ 600ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. മഴ ശക്തമായതോടെ മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലവർഷത്തോടൊപ്പം ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നതിലും ആശങ്ക ഉയരുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.